അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സൂറത്തുൽ ഹജ്ജ് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പൂർത്തിയാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള സൂറത്തായ സൂറത്തുൽ മുഅ്മിനൂൻ, അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد أفلح المؤمنون قد أفلح المؤمنون الذين هم في صلاتهم خاشعون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم عن اللغو معرضون. അവിടെ ഖദ് അഫ്ലഹ, ഖദ് എന്നുള്ളത് ദാൽ ഹുറൂഫുൽ ഖൽഖിൽപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഖദ് അഫ്ലഹ എന്ന് ഓതാൻ പാടില്ല. ഖദ് എന്ന് തന്നെ അവിടെ നല്ലവണ്ണം വ്യക്തമാക്കിയിട്ട് തന്നെ ഓതണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനൂൻ ഹംസ അവിടെ ശരിക്കും നല്ലവണ്ണം വെളിവാകണം. മുഅ്മിനൂൻ ഹംസനെ ശരിക്കും വെളിവാക്കി ഓതണം. മുഅ്മിനൂൻ അവിടെ നീട്ടിയിട്ട് ഓതാം. അല്ലദീന ഹും ഫി, അവിടെ ഹും എന്നുള്ള മീമുസാക്കിനത്തുണ്ട്. ആ മീമുസാക്കിനത്തിനെയും വെളിവാക്കണം. ഹും എന്നല്ല, അവിടെ മണിക്കാൻ പാടില്ല. അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ. സ്വലാത്തിഹിം അവിടെയും രണ്ട് മീമ് മസാക്കിനത്തായ മീമിനെയും ഇൽഹാർ ഷഫി അഥവാ ചുണ്ട് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅരിദൂൻ. വല്ലദീന ഹും അവിടെയും മീമു സാക്കിനത്തിനെ വെളിവാക്കണം. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅരിദൂൻ. അവിടെ നോക്കുക, അനിൽ ലഗ്വി ഒന്ന് ഐനാണ്, മറ്റേത് ഗൈനാണ്, പിന്നെ വീണ്ടും ഐനാണ്. അനിൽ ലഗ്വി മുഅരിദൂൻ. മുഅരിദൂൻ സ്വാദ് ളാദ് മുഅരിദൂൻ. ഈ മൂന്നായത്തുകൾ ഇൻഷാ അല്ലാഹ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഈ സൂറത്ത് മുഅ്മിനൂനാണ്. സൂറത്തുൽ മുഅ്മിനൂൻ മക്കയിൽ അവതരിച്ച സൂറത്താണ്, അഥവാ സൂറത്ത് മക്കിയാണെന്നർത്ഥം. മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്തുകൾ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നത് മക്കയിൽ 10 വർഷക്കാലം താമസിച്ചതിന് ശേഷം പ്രവാചകന്റെ ഹിജറ ഉണ്ടാകും. അപ്പോൾ ആ ഹിജറക്ക് മുമ്പും ശേഷവും ഇറങ്ങിയ സൂറത്തുകളുടെ കണ്ടന്റുകൾ വ്യത്യാസമുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് ഇറങ്ങുമ്പോൾ ആ നാടിൻ്റെ സാഹചര്യവും ആളുകളുടെ സാഹചര്യവും എതിരാളികളുടെ സാഹചര്യവും അനുയായികളുടെ സാഹചര്യവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആയത്തുകൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിൽ ഉണ്ടായിരുന്ന ജനങ്ങളല്ല മദീനയിൽ ഉണ്ടായിരുന്നത്.
മക്കയിലുണ്ടായ എതിർപ്പുകളും കുഫാറുകളുമെല്ലാം മദീനയിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മക്കയിൽ ഇറങ്ങിയ സൂറത്തുകൾ അധികവും തൗഹീദുമായി ബന്ധപ്പെട്ട, ആഖിറുമായി ബന്ധപ്പെട്ട, റിസാലത്തുമായി ബന്ധപ്പെട്ട, തൗഹീദ് സ്വീകരിക്കാതിരുന്നാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പറയുന്ന, തൗഹീദ് നിഷേധിച്ച ആളുകളുടെ ശിക്ഷകളെക്കുറിച്ച് പറയുന്ന അങ്ങനത്തെ സൂറത്തുകളൊക്കെയാണ് മക്കയിൽ ഉണ്ടാകുക. മാത്രമല്ല അതിൻ്റെ ആയത്തുകളൊക്കെ ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും ഉണ്ടാകുക അധികവും. മദീനയിൽ ഇറങ്ങിയ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ അതിനാണ് ഇസ്ലാമിൻ്റെ അഹ്കാമുകൾ കൂടുതൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, ഇബാദത്തുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ, മുആമലാത്ത്, നിക്കാഹ്, തലാഖ്, അതുപോലെ തന്നെ ജിഹാദ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മദീനി സൂറത്തുകളാണ്. മദനി സൂറത്തുകൾക്ക് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഷ എളുപ്പമുള്ള ഭാഷയായിരിക്കും മദനി സൂറത്തുകൾ, അതോ ഹിജ്റക്ക് മുമ്പുള്ള ഭാഷ, ശേഷമുള്ള സൂറത്തുകൾ. മക്കി സൂറത്തുകളുടെ പ്രത്യേകത ചെറിയ ചെറിയ ആയത്തുകളും നല്ല കുറച്ചുകൂടി കട്ടിയുള്ള ഭാഷ. അഥവാ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മദീനക്കാരെ അപേക്ഷിച്ച് സാഹിത്യത്തിൽ നൈപുണ്യമുള്ള ആളുകളായിരുന്നു മക്കക്കാർ. അതുകൊണ്ട് തന്നെ മക്കക്കാരോട് സംസാരിക്കുമ്പോൾ ആ ഭാഷയിൽ, അഥവാ അവരുടെ സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിലാണ് അവിടെ സംസാരിച്ചത്. മറ്റു സാഹിത്യം ഇല്ല എന്നല്ല, നേരെമറിച്ച് മക്കി സൂറത്ത് അവസാനത്തെ എന്താ പറയുക, അവസാനത്തെ സൂറത്തുകൾക്ക് എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാം. അധികം അവസാനത്തെ ചെറിയ സൂറത്തുകളൊക്കെ അധികം മക്കിയാണ്. അപ്പം അതിൻ്റെ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ സൂറത്തുൽ മുഅ്മിനൂൻ മക്കിയായ സൂറത്താണ്. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 10 വചനങ്ങളുടെ പ്രത്യേകത ചില ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ 10 കാര്യങ്ങൾ ഒരു മനുഷ്യൻ അനുസരിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് സ്വർഗം ലഭിക്കും. ഇതിന് പേര് വരാൻ കാരണം ഇതിൻ്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ തുടക്കത്തിൽ 10 ആയത്തുകൾ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്ന, സ്വർഗം അനന്തരം എടുക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്തിന് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പേര് വരാൻ കാരണം. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവർ എന്നാണ് അർത്ഥം. അപ്പോൾ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അത് ജമു മുദക്കർ സാലിം എന്നാണ് ഗ്രാമറിൻ്റെ ഭാഷയിൽ പറയാം. അതോ പുരുഷന്മാരെ പറ്റിയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയാം, സ്ത്രീകളാണെങ്കിൽ മുഅ്മിനാത്ത്. പക്ഷെ ഇവിടെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മുഅ്മിനുകളും മുഅ്മിനാത്തുകളുമാണ്. ഇസ്ലാമിൻ്റെ ഖുർആന്റെ പൊതു തത്വം വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നിയമമാണെങ്കിൽ അതിന് ആണുങ്ങളെ പറ്റിയാ പറയാം. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പൊതുവായി കൊണ്ട് പറയുന്ന നിയമങ്ങളെ പറ്റിയാണെങ്കിൽ അവിടെ പുരുഷന്മാരെ പറ്റിയാണ് പറയാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അതുപോലെ തന്നെ മുസ്ലിമീൻ. അതേസമയത്ത് ഖുർആൻ തന്നെ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി, അതുപോലെ തന്നെ ഖാശിഈന വൽ ഖാശിആത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വൽ ഹാഫിദീന വൽ ഹാഫിളാത്തി, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ വേറെയും ആയത്തുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ മുഅ്മിനീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ സത്യവിശ്വാസികളാണ്. ഇപ്പം ഈമാൻ ഉള്ളവർ എന്നാണ് അവിടെ ഉദ്ദേശം. ഈ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിലുള്ള ഈമാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവനവന് തോന്നിയ രൂപത്തിലുള്ള ഈമാനല്ല. ഇനി അതിൻ്റെ 1-ാമത്തെ ആയത്താണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് എന്നുള്ള ഹർഫ് അത് മാദിയുടെ മുമ്പിലും വരും, മുളാരിൻ്റെ മുമ്പിൽ. മാദി ഫിഅൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ കാലം. മുളാരിയായ ഫീലിൻ്റെ മുമ്പിലും വരും. ഒരേ പദം 2 ഫേലുകളെ മുമ്പിൽ വരുമ്പോൾ അർത്ഥവ്യത്യാസമുണ്ട്. അത് അറബി ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നർത്ഥം. അഫ്ലഹ എന്ന് പറയുന്നത് ഫിഅൽ മാദിയാണ്, അഥവാ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. അപ്പം ആ ക്രിയയുടെ മുമ്പിൽ ഖദ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താർത്ഥം? തീർച്ചയായും, ഒരു സംശയവും ഇല്ല. എന്നാൽ മുളാരി ആയ ഫീലിൻ്റെ മുമ്പിലാണ് ഖദ് വന്നതെങ്കിൽ ചിലപ്പോൾ എന്നർത്ഥം, സംശയമുണ്ട് എന്നർത്ഥം. ഖദ് യുഫ്ലിഹു എന്നാണ് പറഞ്ഞെങ്കിൽ എന്താർത്ഥം? ചിലപ്പോൾ വിജയിക്കും, ഉറപ്പ് ഇല്ല. അപ്പം മുളാരിൻ്റെ മുമ്പിലാണെങ്കിൽ ഉറപ്പില്ല, മാദിൻ്റെ മുമ്പിലാണെങ്കിൽ ഉറപ്പാണ്. ഇവിടെ പറഞ്ഞത് ഖദ് അഫ്ലഹ. അഫ്ലഹ എന്ന് പറഞ്ഞാൽ തീർച്ചയായിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ഇനി ഫലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നർത്ഥം.
ശരിക്കും ഫലാഹ്. ഇപ്പൊ ഫല്ലാഹ് എന്ന് പറയും. ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ മദ്രസയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അനഫിസ്ബിഹി ഫല്ലാഹുൻ പിന്നൊക്കെ കേട്ടില്ലേ? ഉബാദുല്ലുഹരി നജ്ജാർ എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടായിരുന്നു മദ്രസയിൽ. കർഷകൻ. കർഷകന് ഫലഹ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫതഹ എന്നർത്ഥം, തുറന്നു. അപ്പൊ ഫല്ലാഹുകൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെന്താ ചെയ്യുക? കൃഷി നടത്തണമെങ്കിൽ എന്ത് വേണം? ആദ്യം കൃഷി നടത്താം. ഭൂമി എന്ത് ചെയ്യണം? തുറക്കണ്ടേ? ഭൂമി തുറന്നിട്ടാണല്ലോ അവിടെ എന്തിടുക? വിത്തിടുക. അത് ഭൂമി പിന്നെ എന്താ പറയുക, കളച്ച് മറിച്ച് എന്നിട്ടാണ് അവിടെ വിത്തിടുക. അപ്പം കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് തുറക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ തീർച്ചയായിക്കൊണ്ടും വിജയിച്ചിരിക്കുന്നു, തുറന്നിരിക്കുന്നു. ഇവിടെ തുറക്കണം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു തുറവി കിട്ടി അല്ലെങ്കിൽ ഒരു വിജയം കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു വിജയം, ഒരു തുറവിയാണല്ലോ. അപ്പൊ ഖദ് അഫ്ലഹ എന്നാണ് തീർച്ചയായിക്കൊണ്ടും വിജയിച്ചിരിക്കുന്നു. അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഇനി പറയാൻ പോകുന്ന ഏകദേശം 9ഓളം 10ഓളം കാര്യങ്ങളുണ്ട്. ഈ 10 കാര്യങ്ങൾ ഉള്ള മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. ഇനി മാത്രമല്ല, ഈ 10 കാര്യങ്ങൾ ഉള്ളവരാണ് മുഅ്മിനീങ്ങളും. മനസ്സിലായോ? 2 കാര്യമുണ്ട്. ഈ 10 കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആണ് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി. ഈ ക്വാളിറ്റിയുള്ള മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുകയും ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം വാജിബായ കാര്യങ്ങളാണ്. ഇമാം ഷാഫിഈ തഫ്സീറിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും സുന്നത്തായ കാര്യങ്ങളല്ല. അഥവാ മുഅ്മിനീങ്ങളായ ആളുകൾ ഇവിടെ വിശേഷണമായിക്കൊണ്ട് അള്ളാഹു തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം നിർബന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവസാനം അദ്ദേഹം അള്ളാഹു പറയുന്നുണ്ട്, ഉലൈകഹുൽ വാരിസുൻ അല്ലദീന യരിസുനൽ ഫിർദൗസ്, ഇവരാണ് സ്വർഗം കിട്ടുന്ന ആളുകൾ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി പുലർത്തിയാൽ തന്നെ മതി, അയാൾക്ക് സ്വർഗം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബി, ഒരു സഹാബി, ഒരു അറബി വന്നിട്ട് പറയാണ്, പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനൊക്കെ ചോദിച്ചു, അപ്പോൾ എനിക്ക് എന്താ നിർബന്ധമായത്? അത് 5 നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. അവർ അദ്ദേഹം പറയും, ലാ അസീദു വലാ അൻഖുസ്, ഇതിൽ ഞാൻ കൂട്ടില്ല കുറക്കില്ല. അപ്പൊ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം തിരിഞ്ഞു പോയപ്പോൾ സഹാബത്തിനോട് പറയാണ്, സ്വർഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് അയാളിലേക്ക് നോക്കുക, നിങ്ങൾ അയാളിലേക്ക് നോക്കുക. അയാൾ പറഞ്ഞു, ഞാൻ കൂട്ടില്ല കുറക്കില്ല. അപ്പോ ഫർള് മാത്രം ചെയ്താലും സ്വർഗത്തിൽ പോകാം, പക്ഷെ അത് ഫർള് ആകണം. പിന്നെ എന്തിനാ ഈ സുന്നത്ത് കൂടി വെച്ചത്? എന്തിനാ സുന്നത്ത് കൂടി വെച്ച്? അതിനുശേഷം നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ആ ഫർളിൽ ഒരു ഖുശൂ കാര്യങ്ങൾ കിട്ടാനും ഫർളിൽ വരുന്ന പോരായ്മകൾ നികത്താനും വേണ്ടിയാണ്. അപ്പൊ നമ്മളൊക്കെ നിസ്കാരം എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 10ൽ 1 മുതൽ പിന്നാണ് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കൂലി 10ൽ 1, 9ൽ 1, 8ൽ 1, 7ൽ 1, 6ൽ 1, 2ൽ 1, ഇങ്ങനെ പകുതി മുതൽ 10ൽ 1 വരെ ഉണ്ടാവുള്ളൂ. മുഴുവൻ കൂലി കിട്ടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സുന്നത്തും കൂടി നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. കാരണം ഈ ഫർദിൽ വരുന്ന പോരായ്മകൾ സുന്നത്തിലൂടെ എന്ത് ചെയ്യുക? പരിഹരിക്കുക. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഫർദായ കാര്യങ്ങളാണ്. അപ്പൊ ആ ഫർദായ കാര്യങ്ങളാണ് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ഒരു ഖുദ്സി ഹദീസിൽ കാണാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ഒരു മനുഷ്യൻ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അവന് എന്താണോ നിർബന്ധം, ആ നിർബന്ധം ആദ്യം ചെയ്യുക, പിന്നീട് സുന്നത്ത് ചെയ്യുക. മനസ്സിലായല്ലേ? ഇതാണ് ഖദ് അഫ്ലഹൽ മുഅ്മിൻ. എന്താണ് ഇനി ഈ പറയുന്ന വിശേഷണങ്ങളുടെ ക്വാളിറ്റികളാണ്, ഈ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റികളാണെന്ന് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇതാണ് സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളായ വിശ്വാസികളുടെ
ഒന്നാമത്തെ ക്വാളിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മുടെയൊക്കെ ഏറ്റവും മോശമായ ക്വാളിറ്റിയിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്. ആദ്യം തന്നെ സക്കാത്ത് കൊടുക്കണോ ഹജ്ജ് ചെയ്യണോ എന്നൊന്നല്ല പറഞ്ഞു. ആദ്യം തന്നെ നമസ്കാരവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരവുമായി ബന്ധപ്പെട്ട് 2 തവണ അള്ളാഹ് 10 ആയത്തിനടുക്ക് പറയുന്നുണ്ട്. 2 തവണ പറയുന്നുണ്ട്. വേറെ ഏതും വാജിബ് 2 തവണ പറയുന്നില്ല. നിസ്കാരമാണ് ആദ്യം പറഞ്ഞത്. ഈ നിസ്കരിക്കുന്നവർ എന്നല്ല അള്ളാഹ് പറഞ്ഞു. മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം അൽഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് വമൻ തറക്കഹ ഫഖദ് കഫറ. നിസ്കരിക്കാത്ത മുഅ്മിനാവോ? ആവില്ലല്ലോ. നിസ്കരിക്കാത്തവനാരാണ്? അവൻ കാഫിറാണ്. അവൻ്റെ പേര് പിന്നെ അയമുട്ടിയോ മയമുട്ടിയോ കോമുട്ടിയോ എന്തൊട്ടിയാലും അല്ല, അവൻ ഇസ്ലാമിലുള്ള ആളല്ല. മാത്രമല്ല ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തിനൊരു ഫത്വ ചോദിക്കാൻ ഒരു പെണ്ണ്, എൻ്റെ ഭർത്താവ് നമസ്കരിക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞു നിസ്കരിക്കാൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? ഇബ്നു ബാസ് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. കാരണം നിസ്കരിക്കാത്തവൻ ആരാണ്? മുസ്ലിമല്ല. കാരണം ഒരു മുസ്ലിമിന് ആദ്യം ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കപ്പെട്ടതും ആദ്യം പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ഒക്കെ നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കരിക്കുന്നവർ എന്ന് വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയേണ്ടതില്ല, അവർ നിസ്കരിക്കുന്നവരായിരിക്കും. ഖുർആൻ അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ എവിടെയും അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കൂ എന്ന് ഖുർആനിൽ എവിടെയും പരാമർശമല്ല. അഖീമുസ്സലാ എന്നുള്ള നിങ്ങൾ നമസ്കാരത്തെ പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കുക. അതിൽപ്പെട്ടതാണ് അല്ലദീനഹും, അവർ അവരുടെ നമസ്കാരങ്ങളിൽ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖാശിഊൻ, ഖുശൂ ഉള്ളവരായിരിക്കും അവരുടെ നമസ്കാരങ്ങളിൽ. അപ്പോൾ സഹോദരന്മാർ, നമ്മൾ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരാൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അയാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നമസ്കാരത്തിൽ അയാൾക്ക് ഖുശൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അവ്വലു മാ യുർഫഉ മിനൽ ഉമ്മത്തി അൽ ഖുശൂ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി കൊണ്ട് ഉയർത്തപ്പെടുന്നത് എന്തായിരിക്കും? ഖുശൂ ആയിരിക്കും, ഭയഭക്തിയായിരിക്കും. നിസ്കരിക്കുന്നുണ്ട്, എത്രയും നിസ്കാരക്കാരുണ്ട്, പക്ഷെ ഭക്തിയുള്ള നിസ്കാരം അഥവാ മനസ്സിൽ ഉള്ള ഭക്തി എന്ന് പറഞ്ഞതാണ് ഖുശൂ എന്ന്. ഖശഅ എന്ന് പറഞ്ഞാൽ താഴ്ന്നു എന്നർത്ഥം. ഖുശൂ എന്ന് പറഞ്ഞാൽ താഴ്മ കാണിക്കുക, വിനയം കാണിക്കുക, പേടി ഉണ്ടാകുക, ഭക്തി ഉണ്ടാകുക, അതാണ് ഖുശൂ. അപ്പൊ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് വിശ്വാസികൾ, ആ വിശ്വാസികൾ വിജയിക്കുള്ളൂ. അപ്പൊ ഈ നിസ്കാരത്തിൽ ഖുശൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിന്നാൽ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിൽ നിന്ന് ഒരു വെള്ളം തിളക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പോൾ പ്രവാചകൻ നമസ്കാരത്തിൽ കരയാറുണ്ട്. ദീർഘമായി പ്രവാചകൻ സുജൂദിൽ നിർവഹിക്കാറുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമായി കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹുവിന് പറയാൻ, ആയിഷ റളിയല്ലാഹുവിന് അബൂബക്കറിന്റെ മോളാണല്ലോ, നബി നിങ്ങൾ വേറെ ഉള്ള ആളോട് പറയും ഇമാമത്ത് നിൽക്കാൻ വേണ്ടി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബൂബക്കറിൻ, അബൂബക്കറിനോട് കൽപ്പിക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് പറഞ്ഞു, നിങ്ങൾ വേറെ ആളോട് പറഞ്ഞാളെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പെണ്ണുങ്ങൾ ഇന്നൊക്കെ ഈ യൂസുഫിനൊക്കെ കേൾപ്പിക്കാൻ നോക്കിയ ആൾക്കാരങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം ആയിഷ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നാൽ നിസ്കാരം അധികം പൂർത്തിയാവില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വേഗത്തിൽ നിസ്കാരത്തിൽ കരയുന്ന ആളായിരുന്നു. ഒരു ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കരച്ചിലടക്കാൻ സാധിക്കാതെ കരയുന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രയും ഭക്തിയുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം തലവന ലൗനുന, അദ്ദേഹത്തിന് നിറം തന്നെ മാറുമായിരുന്നു. നല്ല വെളുത്ത സുമുഖനായ വ്യക്തിയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പടച്ചവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഞാൻ നിൽക്കാൻ പോകുന്നു എന്ന ആ ഭയാശങ്കയാൽ അദ്ദേഹത്തിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് നിറം പോലും മാറുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അതാണ് റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയൊക്കെ നിസ്കാരം. അപ്പൊ അങ്ങനെ ഖുശൂ ഉള്ള നിസ്കാരം ആണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഇനി ഈ ഖുശൂ ഉണ്ടാകാൻ വേണ്ടി
പിന്നെ ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ആ കാര്യങ്ങൾ പൂർണ്ണമായി പാലിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നിസ്കാരത്തിൽ ഖുശൂഅൊന്നും ഇല്ലാത്തത്. ഇപ്പം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത് നിസ്കാരത്തിലെ ഖുശൂ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിൻ്റെ റൂഹാണ്. അതായത് പിന്നെ നിസ്കാരത്തിൻ്റെ ആത്മാവാണ്. അപ്പം നമ്മൾ ശരിക്ക് ഒരു ഭക്തി ഇല്ലാതെ വെറുതെ ഇങ്ങനെ കയ്യും കാലം ഇളക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അത് നിസ്കാരമാവുമോ? ഇപ്പം നമ്മളിപ്പോൾ നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിലും ഇപ്പോൾ റുക്കൂ സുജൂദ് അല്ലാത്ത എല്ലാ കർമ്മവും നമ്മൾ നിസ്കാരത്തില്ലാത്ത ചെയ്യലല്ലേ? ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, കയ്യൊന്തിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഖുശൂ കിട്ടണില്ലല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം പറയാണ് നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഖുശൂഅൻ എന്ന് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യൻ ഫസലാത്തും ബിലാ ഖുശൂഇൻ വലാ ഹുദൂരിൻ കബദനി മയ്യിത്തിൻ ലാ റൂഹ ഫീഹി. അതായത് ഖുശൂ ഇല്ലാത്ത ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ റൂഹില്ലാത്ത മയ്യത്തിനെ പോലെയാണ്. അപ്പം നമ്മൾ ഈ നിസ്കാരമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. തയ്യാത്തുൽ മുബാറക്കാത്തു തയ്യിബാത്തു ലില്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പം ഇബ്നുൽ ഖയ്യിം പറയാണ് ഒരു മഖ്ലൂഖ് പിന്നെ അലാ തസ്തഹിൽ അബ്ദു അൻ യഹ്ദിയ ഇലാ മഖ്ലൂഖിൻ മിസ്ലഹു അബദൻ മയ്യിതൻ. നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ആ സമ്മാനം അയാൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ജീവനെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഒരു ജീവനില്ലാത്തൊരു മയ്യത്തിന് ആരും സമ്മാനം കൊടുക്കുമോ? ഒരു ചത്ത കോയിന് ആരെങ്കിലും സമ്മാനം കൊടുക്കുമോ? അതി കൊടുക്കുമോ? ഒരു ചത്ത ആടിന് ആരെങ്കിലും അതി കൊടുക്കുമോ? ജീവനുള്ള ആടിന് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുവിന് സമ്മാനം കൊടുക്കുക. അപ്പൊ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന ഹദിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിന് ഖുശൂ ഇല്ലാത്ത ജീവനില്ലാത്ത ചത്ത നമസ്കാരമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കാണാൻ കഴിയും. പിന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ഖുശൂവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെയുള്ള പരാതി എന്ന് വെച്ചാലും നിസ്കരിക്കുമ്പോൾ ഭക്തി കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ സാധാരണ വ്യാപകമായി ആളുകൾ പറയാറുള്ള സംഗതികൾ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ പിന്നെ വിശദീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഒന്നാമത്തത് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഭക്തി കിട്ടണമെങ്കിൽ നമ്മൾ ഓടുന്നു തുടങ്ങണം വെച്ചാൽ മിഫ്താഹു സലാത്ത്, നിസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞ ഇവിടെ വുളുവാണ്. വുളുവിൻ്റെ അവിടുന്ന് തുടങ്ങണം. നമ്മൾ വുളു തന്നെ തെറ്റാണ്. നമ്മൾ വുളു എടുക്കണ തന്നെ പലപ്പോഴും ശരിയാണില്ല. അപ്പം വുളു ശരിയാകാന്നാൽ മല്ല വുളുവലോ ലാ സ്വലാത്ത ലഹു, വുളു ഇല്ലാത്ത നിസ്കാരമല്ല. അപ്പം നമ്മൾ വുളു എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങിയെങ്കിലേ നിസ്കാരത്തിൽ ഖുശൂ വരുള്ളൂ. അപ്പോൾ വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിയ്യത്താണ് ആദ്യം വേണ്ടത്. നമുക്കിപ്പോൾ ഇപ്പം മരുനിസ്കാരത്തിന് കൊടുത്ത് നമുക്ക് ആരും നിയ്യത്ത് ശരി നമ്മളിപ്പോൾ പൈപ്പിൻ്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്ന് യാന്ത്രികമായി പൈപ്പാണ് തുറക്കുന്നത്, കൈയും കാലും കഴിക്കണം മുങ്ങനോട്ട് കഴിക്കേണ്ട പോരുന്നല്ലാതെ ഒരു ഇന്നമുൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും നിയ്യത്ത് വേണം. അപ്പൊ വുളൂന് നിയ്യത്ത് വേണം. വുളൂന് നിയ്യത്ത് എന്താ? ഞാൻ വുളു എടുക്കാമെന്ന് മനസ്സിൽ കരുതുക. നമ്മളിപ്പോൾ പൈപ്പിൽ കയ്യും കാലൊക്കെ എത്രേ ആവശ്യത്തിൽ നമ്മൾ ഫുട്ബോൾ കളിച്ചെന്ന കയ്യും കാലം കഴിക്കുന്നുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ കയ്യും കാലം കഴിക്കുന്നുണ്ട്, മുഖം കഴിക്കുന്നുണ്ട്, ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ കയ്യും കാലും മുഖവും കഴുകലല്ല വുളു എന്ന് പറഞ്ഞു. വുളു എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അപ്പം ആ ഇബാദത്ത് ശരിയാണെങ്കിൽ നിയ്യത്ത് വേണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വുളു എടുക്കുകയാണ് എന്ന് മനസ്സിൽ കരുതണം, ബിസ്മി ചൊല്ലണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തർത്തീബ്, അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീച്ച ഇസ്തിൻസാറൊക്കെ നബി സല്ലല്ലാഹു ഹദീസിൽ കാണാം. തമദമദ വസ്തൻശഖ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളുൽ കാണാം വെള്ളം വായിൽ കയറ്റി കൊപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിന്ന് കാണാം. ഇതില്ലാത്ത ഒരു ഹദീസും റസൂലുള്ളാഹിന്റെ വുളുവിനെ പറ്റി വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും മൂക്കില്ലാതെ നമ്മൾ കൊടുക്കല്, നമ്മൾ കൊടുക്കട്ടോ. ചില വുളു എടുക്കുമ്പോൾ തമദമദ വസ്തൻശഖ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം കയറ്റി കൊപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. ഇത് വുളുവിന് നിർബന്ധമായ കാര്യമല്ല, പക്ഷെ വുളുവിൻ്റെ തമാമിൽപ്പെട്ടതാണ്. പിന്നെ മുഖം കഴുകണം. മുഖം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഈ നെറ്റിയുടെ തുടക്കം മുതൽ ഈ നെഹറിൻ്റെ അഥവാ ഈ ഭാഗമല്ല, ഈ ഭാഗം മാത്രമല്ല മുഖം എന്ന് പറഞ്ഞു. അതായത് ഈ കഴുത്ത് നിൽക്കുന്ന ഭാഗം കൂടി എന്താണ്, കഴുത്ത് മുഖത്തിൽപ്പെട്ടതല്ല, പക്ഷെ ഇതിലെങ്ങനെ പൂർണ്ണമായും കഴുകണം. ഒരു പ്രാവശ്യം നിർബന്ധമായും കഴുകണം. ചിലർക്ക് മുന്നിൽ ഇങ്ങനെ കഴുകി പോരും. താടിയുള്ള ആളുകൾ താടി
ഖല്ലൽ ലഹ്യത്തഹു, താടിയുടെ ഉള്ളിൽ വെള്ളം എത്തിയെന്ന് ഉറപ്പാക്കി കഴുകണം. അത് കഴിഞ്ഞ് പിന്നെ കൈ കഴുകണം. ഞാൻ വിശദമായി അതിലേക്ക് പറയില്ല. വെച്ചാൽ നമ്മളെ ഇബാദത്ത് പലപ്പോഴും ഒരു യാന്ത്രികമായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിസ്കാരത്തിൽ അതിൻ്റെ ഒരു ഇബാദത്ത് ഒരു യാന്ത്രികമാണ്, അതിന് റൂഹ് കിട്ടുന്നില്ല. പിന്നെ തല തടവുന്നോർത്താണ് പല ആളുകളും തെറ്റിക്കാറുള്ളത്. തല തടവുക എന്നുള്ളത് വുളുവിൻ്റെ നിർബന്ധത്തിൽപ്പെട്ടതാണ്. വുളുവിൻ്റെ നിർബന്ധത്തിൽപ്പെട്ട വംസഹു ബിറുഊസിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയത് 2 കൈകൾ ചേർത്ത് വെച്ച് ഈ മുഖദ്ദിമ റസീ റസൂലുള്ളാഹിൻ്റെ തലയുടെ മുമ്പിൽ നിന്ന് ഇലാ ഖിഫാഹു, പരടി വരെ കൊണ്ടുപോവുകയും എന്നിട്ട് വീണ്ടും അത് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഷാഫി മദ്ഹബിൽ വംസഹു ബിറുഊസിക്കും എന്ന് പറയുന്ന ആ തബ്ഈദിൻ്റെ ഇമാം ഷാഫി തെറ്റിദ്ധരിച്ചുകൊണ്ട് തലയുടെ ചില ഭാഗം തടവിയാൽ മതി എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. അത് അദ്ദേഹത്തിന് പറ്റിയൊരു ഇജ്തിഹാദിൽ പിഴവാണെന്ന് ഷാഫിഈ മദ്ഹബിൽ തന്നെ പിന്നീട് വന്ന ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ആയത്തിന് വംസഹു ബിറുഊസിക്കും എന്ന ആയത്തിന് വിശദീകരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മുഴുവൻ തടവിയുന്ന ഹദീസിൽ, എല്ലാ ഹദീസിലുണ്ട്. തല ഒരു പ്രാവശ്യമുള്ളൂ. തല മാത്രമല്ല, എല്ലാ തടവിലും ഒരു പ്രാവശ്യം. ചില ആൾക്കാർ മുജാഹിദീങ്ങൾ 3 പ്രാവശ്യം തല അവിടെയാണ്, ഒരു പ്രാവശ്യം ചുറ്റിച്ചിരിക്കും. മുജാഹിദീങ്ങൾ ഒട്ടിച്ചിരിക്കില്ല, അത് അള്ളാഹ് അത്രേ പറഞ്ഞിട്ടുള്ള നമ്മളോട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, ഏത് തടവലും തല മാത്രമല്ല, അപ്പോൾ കൈ തടവാണ് കുട്ടിക്കോളി. കൈ ബാൻഡേജ് ഇട്ട് ഒതുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തടവി 3 പ്രാവശ്യം ഇല്ല, ഒറ്റ പ്രാവശ്യം. 3 പ്രാവശ്യം തടവേണ്ട ആവശ്യമില്ല. ഈ കൈ 3 പ്രാവശ്യം കഴുകുക, ഈ കൈ 1 പ്രാവശ്യം തടവുക. എല്ലാ തടവലും 1 പ്രാവശ്യം. ഇപ്പം തയമ്മം എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ഉണ്ടോ? തയമ്മ ഒറ്റടിച്ചിട്ട് 1 പ്രാവശ്യമില്ലുള്ളൂ. അപ്പോൾ തല 1 പ്രാവശ്യം തടവുക എന്നുള്ള സലഫികൾ ഉണ്ടാക്കിയതില്ല. മാത്രം ഇമാം ബുഖാരിയുടെ കിതാബ് സഹീൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ, ബാബു മസ്ഹുർ റസി മറത്തൻ വാഹിദത്തൻ, 1 പ്രാവശ്യം. പക്ഷെ 1 പ്രാവശ്യം തടവണം എന്ന് വാശി പിടിക്കുന്ന മുജാഹിദീങ്ങൾ 3 പ്രാവശ്യം തടവണമല്ലോ ചിലപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ ആ 1 പ്രാവശ്യം നബി പഠിപ്പിച്ച പോലെ ആകണമെന്ന് പലപ്പോഴും വാശി ഉണ്ടാവില്ല. അതാ പ്രശ്നം. നമ്മൾ ആ എണ്ണത്തുമ്പോൾ വാശി പിടിക്കുന്ന ആളുകൾ ആ രൂപത്തുമ്പോൾ എന്ത് ചെയ്യാറില്ല, അത്ര വാശി പിടിക്കാറില്ല. അപ്പോൾ നമ്മൾ തല തടവുക, അത് കഴിഞ്ഞ് പിന്നെ ചിലതോടെ കാല് കഴുകുക. അതൊക്കെയാണ് വുളുവിൻ്റെ രൂപം. അതിനുള്ള പ്രാർത്ഥനകൾ. പിന്നെ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അതാണ് നമ്മൾ ഖുശൂവിൻ്റെ ഉണ്ടാകാൻ ഉള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചല്ലോ ഇഹ്സാൻ. അപ്പോൾ എന്താ പ്രവാചകൻ പറഞ്ഞു? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം യകുൻ തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ റബ്ബിനെ നിന്റെ മുന്നിൽ കാണുന്നത് പോലെ ആരാധിക്കണം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പടച്ചവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അള്ളാഹുവിനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ ആരാധിക്കുന്നത് അതുപോലെ ആരാധിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സ്ഥലം, ഇത് നമ്മുടെ ഖുശൂവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാകണം. അതേപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് ആലാമുകൾ, ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം നമ്മുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെ തെറ്റിക്കുന്നതാകാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നിസ്കരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു വിരി ഉണ്ടായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ പോയല്ലോ. ഇതിന് പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ ശേഷം വിരി എടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശ്രദ്ധ വരെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ശ്രദ്ധ പോകണം. നമ്മൾ അറിയാത്തതുകൊണ്ട് എന്താ വെച്ചാൽ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധ പോകണം നമ്മൾ അറിയാത്തതുകൊണ്ടാണ്, നമുക്ക് തീരെ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ്. ശ്രദ്ധ ഉണ്ടെങ്കിലേ നമ്മൾ അറിയുള്ളൂ. നിസ്കരിക്കുന്ന സ്ഥലം ചിത്രപ്പണികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, കാരണം അതിൻ്റെ ശ്രദ്ധ പോകും. അപ്പോൾ ഖുശൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഖൽബ് പൂർണ്ണമായിക്കൊണ്ടും ആ നമസ്കാരത്തിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അയാളുടെ വസ്ത്രം ശുദ്ധിയാവണം, വൃത്തി ഉണ്ടാകണം. വാസനിക്കവും ദുർഗന്ധവും നജസ്സുള്ള വസ്ത്രവും ധരിക്കാൻ പാടില്ല. പലപ്പോഴും എനിക്ക് പെണ്ണുങ്ങളോട് പറയാനുള്ളതാണ്, ഈ നിസ്കാരക്കുപ്പായൊക്കെ പണ്ടൊക്കെ റമദാനെ തിരുമ്പുള്ളൂ. ഈ നിസ്കാരക്കുപ്പായ എന്ന് പറയുന്നത്, നിസ്കാരക്കുപ്പായത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരക്കുപ്പായൊക്കെ ഉണ്ടാകുന്നത് ആ അവർക്കൊക്കെ മറിയ എപ്പോഴും പിന്നെ മാറ്റി പിടിക്കാൻ നിസ്കാരക്കുപ്പായ ഒറ്റ അവർത്തോണ്ട് പറയും. പക്ഷെ നിസ്കാരക്കുപ്പായം നിങ്ങൾ വൃത്തിയായി സുഗന്ധം പുരട്ടി സൂക്ഷിക്കണം. സ്ത്രീകൾക്ക് സുഗന്ധം പുരട്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് അന്യ പുരുഷന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രമാണ്. മനസ്സിലായോ?
അന്യ പുരുഷന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോഴും നിങ്ങൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്ത്രീകൾക്ക് സുഗന്ധം പറ്റാൻ പാടില്ല എന്ന് ഇസ്ലാമിലുണ്ട്. നിസ്കരിക്കുമ്പോൾ ഈ ചീഞ്ഞ് നാറി നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുക എന്നതില്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താ, ഖുദൂ സീനത്തക്കും എൻ്റെ കുല്ലി മസ്ജിദ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു ഫ്രഷായി നിൽക്കുമ്പോഴേ നമുക്ക് മൈൻഡും ഫ്രഷ് ആവുള്ളൂ. മനസ്സിലായില്ലേ? ആ നിസ്കരിക്കണതിൻ്റെ ആ സ്ഥലവും ആ നിസ്കരിക്കണ ആ ഒരു മുസല്ലിയും അതുപോലെ തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ അന്തരീക്ഷമൊക്കെ നല്ല ശുദ്ധിയും വൃത്തിയുള്ളതും നമസ്കരിക്കാൻ യോഗ്യവുമായിരിക്കുമ്പോഴാണ് നമസ്കാരത്തിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് ശ്രദ്ധ കിട്ടുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അവൻ ഒരിക്കലും നമസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കാൻ പാടില്ല, സുജൂദിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കാൻ പാടില്ല. ഇത് നിസ്കാരത്തിൽ ഖുശൂവിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗദിഉ സുജൂദ്, സുജൂദിൻ്റെ സ്ഥലത്തേക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയത്. നമ്മൾ പല ആളുകളെന്ന് വെച്ചാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയിട്ടിട്ട് ഇങ്ങനെ നേരെയായിരിക്കും നോക്കുക. അപ്പോൾ അവിടെ പള്ളിയിൽ ആൾ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ ഇത് വരുന്നുണ്ടാവും. അതൊന്നും അനുവദനീയമല്ല. പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, പ്രവാചകൻ സംസ്കരിച്ച റഅ്സുഹു, പ്രവാചകൻ്റെ തല ഇങ്ങനെയാണ് നിൽക്കുക, അതായത് നേരെ നെറ്റി ഇങ്ങോട്ടായിരിക്കും. നമ്മൾ പലപ്പോഴും നിസ്കരിക്കൽ ഇങ്ങനെയൊക്കെയാണ്, തല നേരെ അല്ല റസൂലുള്ളാഹിന്റെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തല കുനിഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പോൾ അത് നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നത്. എന്താ ഈ അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം ശരിക്കും ചിന്തിച്ചാൽ തന്നെ ഖുശൂ ഉണ്ടാവും. അത് അല്ലാഹു അക്ബർ എന്ന അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാത്ത് കൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളെക്കാളും വലിയവനാണെന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ വലുപ്പം അതുപോലെ തന്നെ നമ്മുടെ കഴിവും എന്ന് പറഞ്ഞാൽ അതെത്രയാണ്. അപ്പം നമ്മൾ മുറ്റത്ത് തെങ്ങിൻ്റെ അത്ര പോലും നമ്മൾ വലുപ്പമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു വലിപ്പവും അള്ളാഹുവിൻ്റെ ഒരു ഗാംഭീര്യം എത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഴുവൻ സൃഷ്ടികളെക്കാളും വലിപ്പമുള്ളവനാണ്. ആണോ? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അള്ളാഹിൻ്റെ അർശ്. നമുക്കറിയാം അള്ളാഹിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിൻ്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർശും കുർസിയും തമ്മിൽ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒരു വലിയ മൈതാനത്ത് ചെറിയൊരു ഇരുമ്പിൻ്റെ വളയം ഉണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിൻ്റെ കുർസിയെങ്കിൽ ആ പ്രവിശാലമായി കിടക്കുന്ന ഭൂമിയാണ് അള്ളാഹുവിൻ്റെ അർശ്. ഈ ചെറിയ വളയത്തെക്കുറിച്ചാണ് അള്ളാഹ് ആയത്തിൽ കുർസി പറഞ്ഞത്, വസിഅ കുർസിയു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് അള്ളാഹുവിൻ്റെ കുർസീന്. ഈ കുർസീനെ പറ്റിയ പ്രവാചകൻ പറഞ്ഞു ആ വലിയ മൈതാനത്തിലെ ചെറിയൊരു വട്ടക്കിണി. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലിപ്പം എത്രയായിരിക്കും? അപ്പോൾ ആ അർശിനേക്കാളും വലിപ്പമുള്ളവനും ശക്തിയുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ പടച്ചവൻ്റെ മുമ്പിലാണ് ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്നൊരു മനുഷ്യന് മനസ്സിലേക്ക് വന്നാൽ പിന്നെ നിസ്കാരത്തിൽ ഇങ്ങനെ എന്നൊരു കൊട്ടാ വിടൂല. നിസ്കാരത്തിൽ ഉറക്കം വരില്ല, നിസ്കാരത്തിൽ വേറെ ചിന്തയിലേക്ക് പോകൂല, നിസ്കാരത്തിൽ ഇങ്ങനെ മെസ്സിൻ്റെ ഗോൾ ഓർമ്മ വരില്ല. അപ്പം അതാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ വരില്ല. ഇപ്പോൾ സുബഹി നിസ്കാരമൊക്കെ ഇപ്പോൾ പള്ളിയിൽ ആൾ കുറവാണ്. കാരണം എന്താ? 4 മണി വരെ ഉറക്കൊഴിക്കുക. എന്നിട്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരാന്ന് ഇമാം വിളിച്ചറിയുമ്പോൾ നേരെ TV ഇട്ടിക്കാണ്ട് പരേ പോയിക്കാണ്ട് കിടന്നുറങ്ങുക. എന്താണ് ഇപ്പോൾ നമ്മളെ കൗമിൻ്റെ വലിയ ജിഹാദാണ് അതൊക്കെ. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ ശരിക്ക് അതിൻ്റെ അടുത്ത ആയത്ത് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. എന്നുവെച്ചാൽ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കിട്ടുള്ളൂ. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് നമസ്കാരത്തിൽ മരണത്തെ ഓർക്കണം. സൊല്ലി സലാത്ത മുവദ്ദിഇൻ, റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, നീ ഒരു വിടവാങ്ങി പോകുന്നവൻ്റെ നമസ്കാരമാണ് നിസ്കരിക്കുക. ഇപ്പം നമ്മൾ ഇശാ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് ആയുസ് തരികയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ട എങ്ങനെയാണ്? ഒരു പക്ഷേ നാളെ ഈ സമയത്ത് ഇശാ നിസ്കരിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ഞാൻ ഖബറിലായിരിക്കും.
സുബഹി നിസ്കരിക്കാൻ ഒരു പക്ഷേ എൻ്റെ തൊണ്ടയിൽ റൂഹുണ്ടായിക്കൊള്ളണമെന്നില്ല. ആളുകൾ സുബഹി നിസ്കാര ശേഷം എൻ്റെ മയ്യത്തായിരിക്കും നിസ്കരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതാണ് സൊല്ലി സ്വലാത്ത മുവദ്ദിഇൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരു വിടവാങ്ങിപ്പോകുന്ന ഒരു നിസ്കാരം. ഇപ്പോൾ ജയിലിൽ കിടന്നിട്ട് തല വെട്ടാൻ വേണ്ടി വിധിച്ചൊരു മനുഷ്യൻ ഉണ്ടാവും. 9 മണിക്കാണ് ശിക്ഷ നടപ്പിലാക്കുന്നെങ്കിൽ ആ 9 മണിൻ്റെ മുമ്പ് അന്നത്തെ സുബഹിക്കാക്കുണ്ടാകുന്ന ഖുശൂ ഉണ്ടല്ലോ, എന്തേക്കാര് ഇതൊക്കെ നിസ്കാരം ഉണ്ടാവും. ഇതെൻ്റെ ജീവിതത്തിൽ അവസാനത്തെ സുബഹിയായിരിക്കും. അപ്പോൾ ആ വേറെ ഒരു ചിന്ത അയാൾക്ക് മനസ്സിലേക്ക് വരില്ല. അയാൾ പടച്ചോൻ്റെ ചിന്ത മാത്രമേ ഉണ്ടാവും. അതാണ് ശരിക്കും ഖുശൂ എന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാനൊന്നും കഴിയൂല. എല്ലാ നിസ്കാരത്തൊന്നും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഇപ്പോൾ പിന്നെ അനുവദിക്കപ്പെട്ട ചിന്തകൾ നിസ്കാരത്തിൽ വരുന്നതുകൊണ്ട് നിസ്കാരത്തിൽ കുഴപ്പമുണ്ടാവില്ല. വസ്വാസ് ഇപ്പം ഈ പിന്നെ ഷേഖ് ഇബ്നു തീമൻ തന്നെ ഇബ്നു തീമീൻ ബിൻ ഖയ്യിം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ഒരു കാര്യം ആലോചിച്ച് പോയി എന്നുള്ളതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല, പക്ഷെ നിസ്കാരത്തിൻ്റെ അജ്ർ കുറയും, കൂലി കുറയും. നിസ്കാരത്തിൻ്റെ കൂലി കുറഞ്ഞുകൊണ്ട് അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് 10-1, 5-1, 6-1, 7-1 പറഞ്ഞതാണ്. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ നിസ്കാരത്തിൻ്റെ ഖുശൂ, പിന്നെ അയാൾ നിസ്കരിക്കുമ്പോൾ മരണത്തെ ഓർക്കുക, സൊല്ലി സ്വലാത്ത മുവദ്ദിഇൻ. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ ദിക്റുകളെക്കുറിച്ചും നമസ്കാരത്തിൽ അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അദ്കാറുകളും എന്ത് ചെയ്യണം, അയാൾ പിന്നെ അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പോൾ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം, ചെറിയ സൂറത്തിൻ്റെ അർത്ഥം, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ഫർദ് നമസ്കാരമാണെങ്കിൽ ആ ഫർദ് നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പും ശേഷവും ഒക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ ഫർദ് നമസ്കാരത്തിൻ്റെ ഖുശൂവിനെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ചില സുന്നത്തുകളാണ്. അതിപ്പോൾ ഫർദ് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നേരെ നിൽക്കില്ല, അപ്പം അതിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് റെഡിയായി മനസ്സിനെ അതിലേക്ക് പാകപ്പെടുത്തി നിൽക്കുക. പിന്നെ അതുകൊണ്ട് പിന്നെ മനസ്സ് മറ്റു ചിന്തകളിൽ മശ്ഗൂലായി നിൽക്കുന്ന സന്ദർഭത്തിൽ നമസ്കരിക്കാതിരിക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രവാചകൻ പറഞ്ഞു 2 കാര്യം. ഒന്ന് ഹദറത്തു തആം, ഭക്ഷണം ഒരാൾക്ക് ഇവിടെ റെഡിയാണ്, അയാൾക്ക് നല്ല വിശക്കുന്നുണ്ട്, അപ്പോൾ ആൾ എന്ത് ചെയ്യണ്ടേ, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ നിസ്കരിക്കാൻ നിന്ന അയാൾക്ക് എന്താ ഉണ്ടാകുക, അയാളെ ശ്രദ്ധ ഭക്ഷണം റെഡിയാണ്, ബിരിയാണിൻ്റെ മണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആര്, അത് അയാളുടെ വ്യക്തിപരമായിട്ട് എനിക്കിപ്പോൾ ജമാഅത്തിന് ഖുശൂ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് പോകാം, അതൊരു ആമായി ഒക്കെ പറയാൻ പറ്റില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ സ്വലാത്ത ഫി ഹദറത്തി തആം, ഭക്ഷണം റെഡിയാണെങ്കിൽ പിന്നെ നിസ്കാരമില്ല. അത് മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പ്രത്യേകിച്ചും. രണ്ടാമത്തെ വെച്ചാൽ അൽ അഖ്ബസാനി, ഒക്കെ മൂത്രയിക്കാണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാണ്ട്. ഇപ്പം നമ്മൾ പള്ളിക്ക് ചെല്ലുക, നമുക്ക് നല്ല മൂത്രയിക്കാണ്ട്, നല്ലോ നമുക്ക് മൂത്രയിക്കാൻ മുട്ടി നിൽക്കണ്ട്, പക്ഷെ മൂത്രയിക്കാൻ പോയാൽ ജമാഅത്ത് പോകും, അവിടെ ജമാഅത്ത് പോയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ജമാഅത്ത് പോയാലും ജമാഅത്തിൻ്റെ കൂലി നമുക്ക് നഷ്ടപ്പെടില്ല. കാരണം പ്രവാചകൻ പറഞ്ഞ ഹദീസിൽപ്പെട്ടതാണ്. അഖ്ബസാനി എന്ന് പറഞ്ഞാൽ 2 ഖുബസ്, അഥവാ മൂത്രവും പിന്നെ കാഷ്ടവും ഒരാൾക്ക് ഒഴിവാക്കാനുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിനെന്ത് ചെയ്യും, ശുഗലാക്കും. എങ്ങനെ അതിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ചില ആൾക്കാർക്ക് പള്ളിക്കട് എത്തുമ്പോഴത്തേന് മുദ്രയ്ക്കാൻ പറ്റും, അങ്ങനെ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഈ മൂത്രപ്പര കാണുമ്പോഴത്തേന് മുദ്രയ്ക്കാൻ പറ്റുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ആ തോന്നേണ്ട ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് അമായുരീബിക്ക ഇലാമാലയുരീബിക്ക എന്ന് പറഞ്ഞത്. അപ്പം ഈ കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുശൂ എന്ന് പറഞ്ഞത്. അത് ഞാൻ പടച്ചവൻ്റെ മുമ്പിലാക്കി, ഞാൻ അല്ലാഹു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ നമ്മൾ പറഞ്ഞു, അള്ളാഹു നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നോട് ഞാൻ സഹായിക്കുന്നു. അള്ളാഹു നേർക്ക് നേരെ മുമ്പിലുള്ള ആളോട് പറയുന്ന അതേ സംസാരമാണ് നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ മനസ്സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ മൈൻഡ് എന്ത് ചെയ്യണം, ഫ്രീ ആയിരിക്കണം. അവൻ്റെ പിന്നെ ശരീരവും മനസ്സും അവൻ നിൽക്കുന്ന സ്ഥലം അടക്കം. ഇപ്പം ഈ ചില മുസല്ലകളൊക്കെ ഉണ്ട്, ചില മുസല്ലകൾ ഭയങ്കര ചിത്രപ്പണികളൊക്കെ ഉള്ള മുസല്ല, ആ മുസല്ലൊന്നും ഉപയോഗിക്കാൻ തന്നെ പാടില്ല. എപ്പോഴും പ്ലെയിനായ മുസല്ലകളാണ് ഏറ്റവും നല്ലത്, മനസ്സിലായില്ലേ?
ഈ ചില മുസല്ലകളൊക്കെ ഉണ്ട്, പിന്നെ എന്താ പറയുക, ഈ കാബൻ്റെ ഫോട്ടും ടൈമിൽ കുറേ ഡിസൈനിങ്ങും അപ്പുറത്ത്. അപ്പോൾ നിസ്കരിക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അതിമക്ക് ശ്രദ്ധ പോയിപ്പോവും. അപ്പോൾ അങ്ങനെ കാബൻ്റെ അപ്പളേക്കാരൻ മോൻ ഹജ്ജുവിനെ ഓർമ്മ വന്ന്, അപ്പളേക്കാരൻ മോൻ ഉംറക്ക് പോയ ഓർമ്മ വന്ന്, അപ്പളേക്കാരൻ ഉംറക്ക് പോക്കറ്റ് അടിച്ച് ഓർമ്മ വന്ന്, പിന്നെ അങ്ങ് നിസ്കാരം കഴിയുമ്പോഴത്തേനും നിസ്കാരം പോക്കറ്റ് അടിച്ച് ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ശ്രദ്ധ പോകാൻ കാരണം എന്താ? ഇവിടെ ഈ മുസല്ലമിലുള്ള ഈ അടയാളങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലവും അവൻ്റെ മനസ്സും അവൻ്റെ ഡ്രസ്സുകളുമൊക്കെ ഇതിൽ പിന്നെ ശ്രദ്ധ. അതുപോലെ തന്നെ കണ്ണ് ഒരിക്കലും താഴ്ത്താൻ പാടില്ല. ഇതുപോലത്തെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമസ്കരിക്കുമ്പോൾ മറ നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ ഖുശൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര. ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല നിസ്കരിക്കാൻ പാടില്ല. എന്തിനാ ഈ മറ അറിയാം? ഈ നമ്മുടെ സുജൂദിൻ്റെ സ്ഥലവും അതിനുശേഷം ഒരു ആടിന് പോകാൻ ചെറിയൊരു സ്ഥലം ഗ്യാപ്പ് ഇട്ടിട്ട് മറണ്ടുണ്ട്. ആ മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല അതൊരിക്കലും നിസ്കരിക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ ചുമരിനോട് നിസ്കരിക്കുക. പള്ളി നിസ്കരിക്കുമ്പോൾ പലപ്പോഴും മറ കിട്ടില്ല. അതുകൊണ്ടാണ് പള്ളി സുന്നത്ത് നിസ്കരിക്കാതെ വീട്ടിൽ നിസ്കരിച്ചോ എന്ന് പറഞ്ഞത്. ഇനി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മറ നിർബന്ധമാണ്. മറയുടെ ഹുക്മ് നിർബന്ധമാണ്. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര. പക്ഷെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കണില്ല. ഇനി ആ മറ വെച്ച് കഴിഞ്ഞാൽ, മറ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലൂടെ ഒരു കുട്ടിയും കടത്തിവിടാൻ പാടില്ല. ഞാനൊരു കുട്ടി പറഞ്ഞാൽ കുട്ടിക്ക് അടിവരടാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയെയും കടത്താൻ പാടില്ല. നമ്മൾ ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നോട്ടും തടയണം. അവർ അഹദുൻ എന്നാണ് ഹദീസിലുള്ളത്. അഹദുൻ, ഒരാളും നിസ്കാരത്തിന് മുമ്പിലൂടെ പോകാൻ പാടില്ല. അത് ചെറിയ കുട്ടിയാണെങ്കിലും ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും ബുദ്ധിയില്ലാത്ത കുട്ടിയാണെങ്കിലും നടക്കുന്ന കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും തടയണം. നമുക്ക് ആ കുട്ടി കൂടെ പോകണമെങ്കിൽ ആ കുട്ടീനെ എടുത്ത് നമുക്ക് മടി വെക്കാം, കുട്ടീനെ എടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ മുന്നിലൂടെ ഒരു കുട്ടി നമസ്കരിക്കുമ്പോൾ നടക്കുന്നത് തടയണം. വലിയവരാണെങ്കിൽ ഏതായാലും തടയണം, മൃഗമാണെങ്കിൽ പോലും തടയണം. എന്നിട്ട് ചിലപ്പോൾ വലിയ മൃഗമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തടയാൻ കഴിയില്ല. അപ്പോൾ എന്താ ഹദീസിൽ കാണാം, അവൻ ചുമരിനോട് ഒട്ടി നിൽക്കണം എന്നാ. എന്നാലും അവൻ്റെ മുന്നിൽ കൂടെ വിടാൻ പാടില്ല. ഒരു ചുമർക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ആടുകുട്ടി ഒന്ന് അവന് തടയാൻ പറ്റാത്ത ആടാണെങ്കിൽ അവൻ ആ ചുമരിനോട് ഒട്ടി നിന്ന് ആടിനെ ബാക്ക് കൂടെ വിടല്ലാതെ എന്നാലും നിസ്കാരത്തിൻ്റെ മുന്നിൽ കൂടെ വിടാൻ പാടില്ല. കാരണം അത് അവൻ്റെ ഖുശൂവിനെ ബാധിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ ഇതൊക്കെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ഖുശൂയിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം അതിൻ്റെ പിന്നെ റുക്നുകളും അതിൻ്റെ വാജിബാത്തുകളും അതിൻ്റെ സുന്നകളും പാലിക്കുക. അതിൽപ്പെട്ടതാണ് നിസ്കാരത്തിൻ്റെ അവ്വലു വക്ത് പ്രധാനമാണ്. ഒന്നാമത്തെ സമയത്ത് നിസ്കരിക്കുക, അസ്സലാത്തു അലാ വഖ്തിയ. പിന്നെ അതിൻ്റെ റുക്ഉകളും സുജൂദുകളും നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ ഹദീസ് പിന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിച്ചിട്ട് ഒരൊറ്റ നിസ്കാരം സ്വീകരിക്കണില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ട്. അപ്പം അയാൾ റുക്കൂ അത്ര ശരിയാണില്ല. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ എത്ര കൊല്ലമായി നിസ്കരിക്കലെടുത്തിട്ട്? അയാൾ, ഞാൻ 40 കൊല്ലമായി. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സല്ലൈത 40 സന, 40 കൊല്ലം നിസ്കരിച്ചിട്ടൊന്നുമില്ല. 40 കൊല്ലം നിസ്കരിച്ചിട്ടില്ല. നീ ഈ നിസ്കാരം കൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കുമായിരുന്നില്ല. നീ മീത്തൻ ജാഹിലിയത്തിൻ്റെ മരണമായിരിക്കും നിനക്കുണ്ടാകാം. നമ്മളൊക്കെ ബിലീസ് നമുക്കൊന്നും അസ്വാസ്ഥ നിസ്കരിക്കണ്ട, റുക്കൂ ചെയ്യണ്ടല്ലോ, ഇപ്പോൾ കുറച്ചും കൂടി കുറയാഞ്ഞ. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ റുക്കൂഴും സുജൂദും അതിൻ്റെ കൈഫിയത്തും അതിൻ്റെ രൂപമൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് തന്നെ ചെയ്യണം. റുക്കൂ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ എന്ന് പറഞ്ഞാൽ നേരെ തലയും മുതുകും നേരെ വരണം. സുജൂദ് എന്ന് പറഞ്ഞാൽ 7 അവയവങ്ങൾ ഭൂമിയിൽ തട്ടണം. ഇതൊന്നും തട്ടിയില്ലെങ്കിൽ സുജൂദ് ആവില്ല, ഇതൊന്നും തട്ടില്ലെങ്കിൽ റുക്കൂ ആവില്ല. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ ഖുശൂഇൽ പെട്ടതാകുന്നു. അതേപോലെ തന്നെ പിന്നെ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ശബ്ദകോലാഹലങ്ങൾ ഇങ്ങനെ ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിസ്കരിക്കാൻ എന്നാൽ നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യില്ല, പിന്നെ നമുക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളുന്നില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം, ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമുകൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാബയിലേക്ക് ഖിബില മുന്നിലിട്ടുകൊണ്ട് നിസ്കരിക്കുക, അവൻ്റെ വസ്ത്രവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ അളമത്വവും അവൻ നമസ്കാരത്തിൽ ചിന്തിക്കുക. അതേപോലെ നമസ്കാരത്തിൻ്റെ ഭക്തിയുടെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരത്തിൻ്റെ അല്ലാത്ത സന്ദർഭങ്ങളിൽ അവൻ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ഒരു മനുഷ്യന് ഹറാമിലേക്ക് സ്ഥിരമായി പ്രവർത്തിക്കുന്ന, ഹറാമുകൾ കാണുന്ന, ഹറാമുകൾ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനുമായിട്ടുള്ള മുനാജാത്തിൻ്റെ ലദ്ദത്ത് ആ മനുഷ്യന് തടയുമെന്ന്. നഊദു ബില്ലാഹ്. അതായത് ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അയാൾക്ക് ഒരു റാഹത്ത് കിട്ടും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുക, അരിഹ്ന യാ ബിലാൽ ബിസ്സലാത്ന, അല്ല ബിലാൽ നിസ്കാരം കൊണ്ട് എനിക്കൊരു റാഹത്ത് കൊണ്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുശൂഅോടെ നിസ്കരിച്ചാൽ അവിടെ മനസ്സിന് റാഹത്ത് ഉണ്ടാവും. ആ റാഹത്ത് അള്ളാഹു തടയും. ആർക്കുന്നോ? നമസ്കാരമല്ലാത്ത സന്ദർഭം, നിസ്കാരത്തിൽ ഒരാൾക്ക് ഹറാം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞൊന്നുമില്ല. നിസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ ഒരാൾക്ക് ഹറാം അയാൾ ചിന്തിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിസ്കാരത്തിൻ്റെ ലദ്ദത്ത് അയാൾക്ക് കിട്ടൂല എന്നാണ്. നിസ്കാരത്തിൻ്റെ ലദ്ദത്തേക്ക് അള്ളാഹു ഹറാമൊക്കെ അയാൾക്ക് തടയുന്നു. കാരണം അയാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ലദ്ദത്ത് അതിനയാൾ അർഹനല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ കെദിബ്, ഗീബത്ത്, നമീമത്ത്, അതുപോലെ തന്നെ മറ്റുള്ള ഹറാമുകൾ, തോന്നിയാസങ്ങൾ, വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഹസദ്, അസൂയ, നിഫാഖ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമസ്കാരത്തിൻ്റെ ലദ്ദത്ത് ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ ഈ നമസ്കാരത്തിൽ തസ്ബീഖുൽ അസാബിഅ, അതുപോലെ തന്നെ ഫർഖ്. ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ വിരലൊട്ടിക്കണം. അപ്പോൾ ഈ എഴുത്തിതാലിലാണ് പലപ്പോഴും ഉണ്ടാവുക. അതിങ്ങനെ സമയല്ലാലും എന്നാന്ന് പറഞ്ഞാണ് ഇങ്ങനെ കൈയ്യറ്റിയാണ് പിന്നെ വിരലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് റുക്കുക്കുക. അത് പാടില്ല, അത് ഹറാമാണ്. അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിന്നെ ഒന്ന് ഈ കഫു ഷഅറുണ്ടല്ലോ, അതായത് ഇപ്പോൾ നമസ്കാരത്തിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി കെട്ടി വെക്കുന്നത് അവസാനിപ്പിക്കുക. നമസ്കാരത്തിൽ നമ്മുടെ വിരലുകൾ പൊട്ടിക്കുക, അതുപോലെ തന്നെ വിരലുകൾ തമ്മിൽ ഈ രണ്ട് വിരലുകൾ തമ്മിൽ കൂട്ടി പിടിക്കുക, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, മുടികൾ, അതായത് മുടികൾ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ ചെക്കി വെക്കുക. നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഉറക്കം ഗലബത്തുൻ നൗമുണ്ടെങ്കിൽ, അതായത് നമസ്കാരം, അതായത് പിന്നെ അദബ് കഫു ഷർ. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മുടി അയാൾക്ക് സുജൂദിലേക്ക് ഇങ്ങോട്ട് പിന്നെ പുറത്തേക്ക്, അതായത് ഭൂമിയിലേക്ക് തട്ടുന്നുണ്ടെങ്കിൽ, ഓരോ മനുഷ്യൻ്റെ മുടി ഇങ്ങോട്ട് ഇറങ്ങി മുടി തട്ടുന്നുണ്ടെങ്കിൽ ആ തട്ടുന്നതിനെ ബാക്കിലേക്ക് കെട്ടി വെച്ചിരുന്നു ജാഹിലിയത്തിലൊക്കെ. പൊടി കുറച്ച് വലുതായിട്ട് ചിലപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും,
ചിലപ്പോൾ മുന്നിലേക്കിട്ട് വരും. അപ്പം അങ്ങനെ കെട്ടി വെക്കാൻ പാടില്ല. മുടി കെട്ടി വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന രീതി, അതുപോലെ തന്നെ സൗബുകൾ, വസ്ത്രം കെട്ടി വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന രീതി പാടില്ല. അതേപോലെ തന്നെ പിന്നെ ഹലബത്തുന്നോ നല്ലോണം വരുന്ന സന്ദർഭം, അത് ഫർദസ്കാരമല്ല, അത് സുന്നത്തിസ്കാരവും രാത്രിസ്കാരവുമാണ്. അതായത് സുന്നത്തിസ്കാരത്തിലും രാത്രിസ്കാരത്തിലും ഹലബത്തുന്നോ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റു, പക്ഷെ അയാൾക്ക് നിസ്കരിക്കുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കിടന്ന് ഉറക്കം പോയതിന് ശേഷം നിസ്കരിക്കണം. അത് സുബൈന്റെ കാര്യമില്ല പറഞ്ഞ്. സുബൈക്ക് എത്ര ഉറക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ അയാൾക്കുള്ളിൽ ആളെ നീക്കന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ നിസ്കാരത്തിൽ കൈ പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലം മാത്രം നിസ്കരിക്കാൻ ഉപയോഗിക്കാം. അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. അതായത് പിന്നെ ഇപ്പം ചില കാരണന്മാരൊക്കെ ഉണ്ടാവും, ഓൽക്ക ഇമാമിൻ്റെ പിന്നെ ഓരോ റിസർവ്ഡ് സ്ഥലം ഉണ്ടാവാം. അതായത് ഒരു തഹ്സീസിൽ മക്കാൻ, ഒരു പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലം മാത്രം എന്ത് ചെയ്യുക, പിന്നെ വെച്ചിട്ട് അവിടെ മാത്രമേ നിസ്കരിക്കുള്ളൂ. അവിടെ വേറെ ആരെങ്കിലും വന്നാൽ പിന്നെ അവിടെ കച്ചറക്കാരൻ. അങ്ങനെ തഹ്സീസുൽ മക്കാൻ ഉണ്ടാകാൻ പാടില്ല. പള്ളിയുടെ എല്ലാ ഭാഗത്തെയും അയാൾ നിസ്കരിക്കണം. എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഒക്കെ ഇമാമിൻ്റെ ഭാഗത്ത് മാറി മാറി അയാൾക്ക് എന്ത് ചെയ്യാം, നിൽക്കാം. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തസാവുബ്, ഈ പിന്നെ കോട്ടുവായ ഉണ്ടല്ലോ, നിസ്കാരത്തിൽ ഒരിക്കലും കോട്ടുവായ ഇടാൻ പാടില്ല. നിസ്കാരത്തിൽ ഒരിക്കലും കോട്ടുവായ ഇടാൻ പാടില്ല. അത് അപ്പം ഇനി കോട്ടുവായി വന്നാൽ എന്താ ചെയ്യേണ്ടത്? പ്രവാചകർ ഫല്ലിക്കുമില്ലു അതിനെ കഴിവിൻ്റെ പരമാവധി അവനത് ഒതുക്കണം. എന്നിട്ട് ഒതുക്കിയിട്ടും ഒതുങ്ങുന്നില്ലെങ്കിൽ അവൻ്റെ ഇടത് കൈകൊണ്ട് അവൻ വായ പൊത്തിപ്പിടിക്കണം എന്നാണ്. ഈ കോട്ടുവായ ഇടുന്ന എപ്പോഴാ വെച്ചാൽ ഒന്നുകിൽ ഉറക്കം വരുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ പോകുന്ന സന്ദർഭത്തിലാണ് കോട്ടുവായ ഇടുക. പിന്നെ നിസ്കാരത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ വേറൊരു കാരണം എന്താ വെച്ചാൽ ഈ തനവ്വു ഫിൽ ഖിറാഅ എന്ന് പറയും. അതായത് ഖിറാഅത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി ഓതണം സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളെപ്പോൾ സുന്നത്ത് സ്കരിക്കുകയാണെങ്കിലും ഫർദ് സ്കരിക്കുകയാണെങ്കിലും ആ അലന്നസ്രൻ്റെ കീപ്പട്ടെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ. പലപ്പോഴും എന്താ വെച്ചാൽ കുല്ലുല്ലാഹു കുല്ലു കാഫിറുൻ അലന്നസ്ര ഇദാ ജാ അല്ലെങ്കിൽ ഉല്ലസ്ർ, ഈ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരിക്കും നമ്മൾ പലപ്പോഴും ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് അങ്ങനെയല്ല. ഓരോ നിസ്കാരത്തിലും വേറെ 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 സുഹൃത്തുക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നത്. അപ്പം എന്താ വെച്ചാൽ ഖിറാഅത്തുകൾ മാറ്റി മാറ്റി ഓതുക. അതിനിപ്പോൾ ഒരു ആയത്താണെങ്കിൽ ഒരായത്ത് മതി, പക്ഷെ അത് മാറ്റി മാറ്റി ഓതുമ്പോൾ ഒരു മനുഷ്യരെന്തുണ്ടാവും, ഒരു പിന്നെ ഖുശൂകൾ അധികമാകുന്ന അവസ്ഥ ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എന്തൊരു എത്തെന്താ കൊണ്ടുവന്നു, നമ്മളെ CRE ജൂലൈ 3 ആരംഭിക്കുന്നുണ്ട്. അത്താണിക്ക് വെച്ച് ആരംഭിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചുരുക്കത്തിൽ എന്താ വെച്ചാൽ 2000 പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞ ഒന്നാമത്തെ വിശേഷണം അവർ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരായിരിക്കും. കാരണം നിസ്കാരത്തിൻ്റെ ശ്രദ്ധ നല്ല ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പലപ്പോഴും നമ്മളെ യുവാക്കൾ ഇപ്പോൾ സലഫി മുജാഹിദും സുന്നിയും ലിസ്റ്റും എല്ലാവരും കണക്കാപ്പയിലൊക്കെ അതൊരു ലഹരിയാണ്. ഇപ്പോൾ കളി നട്ടപ്പാതിൽ വരെ കളി കാണാം, പിന്നെ സുബഹിൻ്റെ സമയത്ത് കിടന്നുറങ്ങാം. അതൊരിക്കലും പിന്നെ അനുവദിക്കപ്പെട്ട കാര്യമില്ല. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഹയാത്ത് ദുനിയ ഉലാഖിറത്ത് ഖൈറുൻ നമുക്ക് ഏതോ നാട്ടിൽ കളി എടുക്കണം, അത് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ കൂടെ ഉറപ്പ് വയ്ക്കണം. ഇതിന് കുറേ പിന്നെ 14 ലക്ഷങ്ങൾക്ക് മുടക്കി കുറേ ഫ്ലക്സ് വെക്കണം. ഇതൊക്കെ നടന്നാൽ ഒരു കണക്ക് നോക്കിയാൽ പിന്നെ മാത്രമല്ല ജീവനുള്ള മനുഷ്യന്മാരെ അവർത്ത് കാണുന്ന ഫോട്ടോ, പിന്നെ മുട്ടിന് താഴെ ആണോ മനുഷ്യന്മാരെ അവർത്ത് പറയും. അതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ. പിന്നെ ഏതായാലും നിസ്കാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വിനോദങ്ങൾ ഏതായാലും ഇസ്ലാമിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അടുത്ത ആയത്തിൽ അത് പറയുന്ന കുറച്ചുകൂടി അവിടെ വിശദീകരണം നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന അമ്മകൾ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാവട്ടെ. കൂടി സ്ഥാപനം രാത്രിയിലോ അതായത് ഇമാമിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആയത്തുകൾ ഉറക്കോതാ. അത് ഇന്ന സൂറത്താണ് ഓതിയുന്നത് എന്ന് സഹാബത്തിന് അറിയിക്കാൻ വേണ്ടി പ്രവാചകൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ സൂറത്തുകൾ പകലാണെങ്കിലും ഉറക്കും. അതല്ലാത്തത് മറ്റുള്ളവർക്ക് തശ്വീശ് ഉണ്ടാകുന്നതാണെങ്കിൽ പറ്റൂല. അതേസമയത്ത് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്ത് ഇപ്പോൾ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കണം ഉറക്കോതാ, ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കണം ഉറക്കോതാ, വിത്റിൽ ഉറക്കോതാ, തറാവിയിൽ ഉറക്കോതാ, തഹജ്ജുദിൽ ഉറക്കോതാ, ഒക്കെ ഉറക്കോതി നിസ്കരിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. കണ്ണ് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആളുകൾ ഖുശൂ കിട്ടാൻ വേണ്ടി കണ്ണിമ്പലുണ്ട്, ഭക്തി കിട്ടാൻ വേണ്ടി. ലാ യജൂസ്, അനുവദനീയം അല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ആരോടാ സംസാരിക്കണ അതാണ്. ഇപ്പൊ നമ്മളൊരാളോട് ഇങ്ങനെ കണ്ണിമ്പി സംസാരിച്ച എങ്ങനെ ഉണ്ടാവും? ഒരാൾ നമ്മൾ കാര്യമായിട്ട് എന്തോ കാര്യമായിട്ടാണ് സംസാരിക്കണ, നമ്മളിങ്ങനെ കണ്ണിമ്പി സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ണ് ചിമ്പുക എന്നുള്ളത് ഖുശൂവിൻ്റെ ഭാഗമായിട്ട് എവിടെയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അന അത്ഖാക്കും ബില്ലാ, ഞാനാണ് നിങ്ങൾ ഏറ്റവും ഖുശൂഉള്ള ആൾ. അന അഖ്ശാക്കും ബില്ലാ, നിങ്ങൾ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നതും ഏറ്റവും ഖുശൂ ഉള്ളതും ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിമ്പി നിസ്കരിച്ചിട്ടില്ല. ഈ കണ്ണ് തുറന്ന് തന്നെ നിസ്കരിച്ച്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ആ കണ്ണിനെ മശ്ഗൂലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ വരാതെ സൂക്ഷിക്കണം. അതിനാണ് നേരത്തെ പറഞ്ഞത് സ്വത്ത് സ്വീകരിക്കണം, മറ്റുള്ള സംഗതികളൊന്നും ഇല്ലാതെ ആക്കണം. അപ്പോൾ കണ്ണ് ചിമ്മി ഇട്ട് ഭക്തി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഭക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള ഭക്തിക്ക് എതിരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആൾക്കാർക്ക് കണ്ണ് ചിമ്മിയാൽ ഭക്തി കിട്ടുള്ളെങ്കിൽ അത് നമ്മൾ കണ്ണ് തുറന്നിട്ട് തന്നെ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നാണ് ആവശ്യത്തിൽ പറയുന്നത്. ഇനി പറഞ്ഞില്ലല്ലോ. അതായത് നീയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അമല് ചെയ്യുമ്പോൾ ആ അമലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലൊരു കരുതൽ ഉണ്ടാകണം. അപ്പോൾ കരുതലല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം കരുതൽ തന്നെയാണല്ലോ. അവനൊക്കെ പിന്നെ ഒന്നിനും നീയത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതായത് ഹദൂറുൽ ഖൽബ്, ഒരു മനുഷ്യൻ ഒരു അമല് ചെയ്യുമ്പോൾ ഈ ഇന്ന അമല് ഞാൻ ചെയ്യുകയാണ് എന്നയാൾ മനസ്സിൽ കരുതിയാൽ മതി. അത് തൊള്ളോണ്ട് പറയണമെന്നില്ല. അങ്ങനെ പറഞ്ഞ പോലെ അത് ഉതുർക്കാൻ തന്നെയാണ് പോണത്. പക്ഷെ ഉതുർക്കാൻ മാത്രമല്ലല്ലോ പോവാ, കയ്യും കാലും കഴുകാനും പോവും, കുടിക്കാൻ പോവും. അപ്പം ഞാൻ ഉതുവാണ് എടുക്കുന്നത് എന്നൊരു ഇബാദത്തിൻ്റെ നീയത്ത് ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും. അത് തൊള്ളോണ്ട് പറയാൻ പാടില്ല. തൊള്ളോണ്ട് പറഞ്ഞാൽ വിദഗ്ധാവും. കയ്യും പാൻറ്റും ഒക്കെ മടക്കി വെക്കാതെ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലല്ലേ? ചില ആൾക്കാരുടെ നിസ്കരിക്കാൻ മാത്രം പാൻറ്റ് മടക്കി വെക്കുക, നിസ്കാരം കഴിഞ്ഞ പാൻറ്റ് താഴ്ത്തിക്കിടുക. ഈ നിസ്കാരത്തിലുള്ള പടച്ചോൻ തന്നെയാണ് നിസ്കാരം കഴിഞ്ഞാലുള്ള പടച്ചോനും. ഇത് പടച്ചോൻ മാറണമെന്നില്ല, പടച്ചോൻ്റെ കാഴ്ച മാറുന്നില്ല, പടച്ചോൻ്റെ കേൾവി മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ചിലക്കാർ പള്ളിയിൽ കയറുമ്പോൾ നിസ്കാരം പാൻറ്റ് മടക്കി വെക്കും, കഴിഞ്ഞ് വരുമ്പോൾ പാൻറ്റ് താഴ്ത്തി വെക്കും. അപ്പോൾ വസ്ത്രം പൂർണ്ണമായിക്കൊണ്ടും പിന്നെ ഇനി ഹാഫ് ഉൾക്കയിട്ടിട്ട് മടക്കിക്കണതാണെങ്കിൽ പിന്നെ ഹാഫ് അടിച്ചാൽ മതി. പിന്നെ ആ പ്രശ്നമല്ല. ഇനി മടക്കിക്ക് അല്ലാത്ത സന്ദർഭം മടക്കിക്കണ കുഴപ്പമില്ല. പക്ഷെ നിസ്കരിക്കുമ്പോൾ അതാണ് എൻ്റെ പൂർണ്ണത. മനസ്സിലായി? ഞാൻ ഈ ഫുൾ കൈ പിന്നെ ഈ പ്രസംഗിക്കാൻ പോണ ആളുകളൊക്കെ ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ ഫുൾ കൈ ഇട്ട് പോകണം. അപ്പം നമ്മൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ ഹാഫ് ഇട്ട് അധികം പ്രസംഗിക്കൽ. അപ്പോൾ ഹാഫ് ഇട്ടാൽ കുഴപ്പമുണ്ടോ വെച്ചു? നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഹാഫുള്ളൂ, ഫുള്ള് ചെല്ലും. ഒരു സംഗതി ഫുള്ളുണ്ടാകുമ്പോഴല്ലേ താമാവുള്ളൂ. ഒരു സംഗതി ഹാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനെന്തോ നഖ്സ് ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. അതിന് ഒരു സംഗതി ഫുള്ളില്ലാന്ന് അറിയുമ്പോൾ തന്നെ അതിനെന്തോ ഒരു പോരായ്മ ഉണ്ടല്ലോ. നമ്മൾ ഹാഫ് ഇടാൻ പാടില്ല, ഹറാമെന്നല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടായാൽ തന്നെയാണ് അതിൻ്റെ
പോടുന്നത്. അപ്പം നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അല്ലാഹു അഅലം ബിസ്സവാബ്. തൊപ്പി ഇട്ട് നിസ്കരിക്കുമ്പോൾ തൊപ്പി കവർ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തൊക്കെ ഈ ചൂട് കൂടുന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യാറുണ്ട്, വസ്ത്രം അവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ സുജൂദ് ചെയ്യാറുണ്ട്. അതായത് വസ്ത്രം ആ ചൂട് സഹിക്കാൻ വയ്യാതെ വസ്ത്രം നിലത്ത് വെച്ചിട്ട് ആ വസ്ത്രത്തിന് സുജൂദ് ചെയ്യാറുണ്ട്. അപ്പം അത് ചെയ്യുന്നത് ഇനി മുറുക്ക് കയറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ആ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ മറ ഉണ്ടായാൽ മതി. ഇമാമിനെ മറ വേണ്ട. ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് മറയാക്കാം. പക്ഷെ ആൾക്ക് നിസ്കാരം കഴിഞ്ഞാൽ പോകണമെന്നുണ്ടെങ്കിൽ വേണം നമ്മൾ നിസ്കരിക്കാൻ കാത്തിക്കണ്ടേ. അത് മറ ഉണ്ടെങ്കിൽ അയാൾ മുമ്പ് കയറി നിൽക്കണം. അതിനാണ് ഏറ്റവും നല്ല സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് ആക്കാറ്. ഇപ്പം യാത്രയിലും മറ്റുമൊക്കെ നമ്മളെ കാണുമെങ്കിൽ യാത്ര സുന്നത്ത് നിസ്കാരം ഇല്ലല്ലോ. അങ്ങനെ അപ്പം നമുക്ക് മറ നമുക്ക് ഒരു എന്താ പറയുക 3 സ്റ്റെപ്പ്, അതായത് ഒരു സഫിലേക്ക് കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാം. അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അതായത് 3 സ്റ്റെപ്പ്, അതായത് ഒരു സഫിക്ക് കയറിക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് മുന്നേക്ക് കയറിക്കാം. മറ്റെന്താ വെച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ നടന്നിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അല്ലാഹു അഅലം. നിസ്കാരത്തിന് ഞാൻ പറഞ്ഞില്ലേ, അജ്നബികളായ അന്യപുരുഷന്മാർ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവർ നിഖാബ് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കണ്ടേ. ഈ നിഖാബ് ഇടുന്നതിന് അന്യപുരുഷന്മാരുണ്ടാവുമ്പോഴല്ലേ. ഇപ്പം സ്ത്രീകൾ മാത്രമുള്ള സദസ്സിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അവറത്ത് കുറച്ചാൽ മതി. മുഖത്തുള്ള അവറത്തല്ലല്ലോ. പിന്നെ അന്യപുരുഷന്മാരുണ്ടാകുമ്പോൾ ചെയ്താൽ മതി. അല്ലാത്ത ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സെപ്പറേഷനുള്ള സ്ഥലത്താണെങ്കിൽ അവരെന്ത് ചെയ്യാം, പിന്നെ നിഖാബ് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കുന്നതിനാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള. അല്ലാഹു അഅലം ബിസ്സവാബ്. ചോദ്യത്തിന് ഉത്തരം പിന്നെ വൈകുന്നേരം സുബഹിയാവോളം പറയേണ്ടി വരും.